ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ കെ സി വേണുഗോപാൽ വിമർശിക്കപ്പെടുന്നുണ്ട്. കെ സി വേണുഗോപാലിൻ്റെ ആ ഒരു പാർട്ടി സ്വാധീനം എന്നതിനെ ഇപ്പോൾ ഷാജി ജോസഫ് സൂചിപ്പിച്ചതുപോലൊരു വിമർശനമാണ് ഉയരുന്നത്, അതതിൻ്റെ ഒരു ഭാഗം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് വി ഡി സതീശൻ കോൺഗ്രസ് അതുപോലെ മുസ്ലിം ലീഗ് ഈ രണ്ട് പാർട്ടികളുടെയും പ്രവർത്തകർക്കിടയിലെ കൂടുതൽ താല്പര്യം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണ് എന്ന നിലയിലുള്ളൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നതും ചെറിയ കാര്യമല്ല. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പൂർണ്ണമായും തള്ളിക്കളയാനാകുമോ? ഇനി അഥവാ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് കെ സി തന്നെ മുഖ്യമന്ത്രിയാകുന്നൊരു സാഹചര്യം കൂടുതൽ സ്പഷ്ടമാകുന്നു, വ്യക്തമാകുന്നു എന്ന് കരുതുന്നയാളാണോ താങ്കൾ? അങ്ങനെ വന്നാൽ വി ഡി സതീശന് മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ്? ശരത്ത്, ഇതിൽ ഞാൻ ഇവിടെ നിരീക്ഷകർ വന്ന് മടങ്ങിപ്പോയതിന് ശേഷം പിന്നീട് ഞാൻ പല ചാനലുകളിൽ പങ്കെടുത്ത ചർച്ചയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം പൂർണ്ണമായും കെ സി വേണുഗോപാൽ അനുകൂലമാണ്, അദ്ദേഹമാണ് കേരളത്തിലടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എൻ്റെ മുമ്പിലുള്ളത് കണക്കുകൾ തന്നെയാണ്. ഇപ്പോൾ ആ കണക്കുകളിൽ കാണുന്നത് പിന്നെ വി ഡി സതീശൻ്റെ പക്ഷത്ത് 5 പേര്, രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് 4 പേര്, 4 പേര് എവിടെയും ചേരാതെ തങ്ങൾ ന്യൂട്രൽ ലൈനിൽ ഹൈക്കമാൻഡ് പറയുന്നതെല്ലാം അംഗീകരിച്ചുകൊള്ളാം എന്നുള്ള നിലയിൽ നിൽക്കുന്ന 4 പേര്. അങ്ങനെ ആകെ 13 പേരാണ് 63 പേരിൽ. ആ 13 പേരെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 50 പേരാണല്ലോ. ഈ 50 പേരിൽ ജി സുധാകരനും പി വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനെയും മാറ്റി നിർത്തണം. അവർ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ജയിച്ചവരല്ല, യു ഡി എഫ് സ്വതന്ത്രന്മാരായിട്ട് വന്നവരാണ്. ബാക്കിയുള്ള 47 പേര് അപ്പോഴും ഇപ്പോഴും കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പിന്നെ ദേശീയ മാധ്യമം, ഇംഗ്ലീഷ് മാധ്യമം പറഞ്ഞു 32-22-6 എന്നൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞത് ശുദ്ധ തട്ടിപ്പാണ്. അതൊക്കെ പ്ലാൻഡാണ്, വേറെ കാര്യം അല്ല. അത് പറയുമ്പോൾ സതീശൻ ഗ്രൂപ്പ് പക്ഷക്കാർ പറയുന്ന ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ നിരീക്ഷകർ വന്ന് ഈ MLA-മാരെ കാണുന്നു. അവരുടെ ഉത്തരവാദിത്വം ഈ ഓരോ MLA-യോട് ഈ കാര്യങ്ങൾ ചോദിക്കുക, അവരുടെ അഭിപ്രായം മനസ്സിലാക്കുക. അങ്ങനെയുള്ളിടത്ത് എന്തിനാണ് പക്ഷം പിടിക്കുന്നയാളെന്ന് ഈ ഗ്രൂപ്പിന്, സതീശൻ പക്ഷത്തിന് കൃത്യമായ വിമർശനമുള്ള ദീപാദാസ് മുൻഷിയിരുന്നു. അതതിൻ്റെ സുതാര്യതയും സത്യസന്ധതയെയും സ്വതന്ത്ര സ്വഭാവത്തെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയല്ലേ? അപ്പോൾ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞ പോലെ ഒരു കണക്കിലേക്ക് പോകാൻ ഈ വന്ന പല MLA-മാരും നിർബന്ധിതരാകുകയല്ലേ? സതീശൻ പക്ഷെ ഉറച്ചു വിശ്വസിക്കുന്നത് 32 ആളുകൾ അവർക്കൊപ്പമുണ്ട് എന്നാണ്. അല്ല, ഞാനീ പറഞ്ഞ 47 ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടെന്നേ. ഇവിടെ വായിക്കണമെങ്കിൽ ഇവിടെ വായിക്കും. പിന്നെ ഇത് വെറുതെ അല്ല, ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ ശ്രദ്ധ കണക്കൊക്കെ. നമ്മൾ ഇത് ശേഖരിക്കുകയല്ലേ എല്ലാവരുടെയും നിന്നും. അവരില്ലെങ്കിൽ നമ്മളൊന്ന് ചോദിച്ചാൽ മതി, ശേഖരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചോദിച്ചാൽ മതി, വാട്സപ്പ് ചെയ്ത് തരികയാണല്ലോ നേതാക്കന്മാരെല്ലാം ചെയ്യുന്നത്. അത് തന്നെയാണ് എൻ്റെ കാര്യത്തിൽ എനിക്കും ലഭിക്കുന്നത്. അങ്ങനെയാണ്, അത് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം, കോൺഗ്രസ്സിൽ ഇതുവല്ലം പുതുമയുള്ള കാര്യമാണോ ശരത്തെ? സമീപകാലത്ത് അറിയാൻ വയ്യാത്ത കാര്യമാണ്, കർണാടകയിൽ, പിന്നെ നമ്മുടെ തെലുങ്കാനയിൽ, ഹിമാചലിൽ, ഇവിടെ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇതുപോലെ തിരഞ്ഞെടുപ്പിന് ശേഷം എന്തൊരു പുകിലായിരുന്നു. തരാതരം പോലെ വീതം വെച്ച് കളിക്കുകയായിരുന്നല്ലോ ഈ 3 സ്റ്റേറ്റുകളിലും. അവസാനം എന്ത് ചെയ്തു? ഹൈക്കമാൻഡ് തന്നെ പിന്നെ തീരുമാനം പ്രഖ്യാപിച്ചു. അതോടുകൂടി സകല വിമത കലാപങ്ങളും കെട്ടടങ്ങി അവിടെ ഭരണം നമ്മുടെ മുമ്പിൽ. അത് തന്നെയാണ് ജയചന്ദ്രൻ. ഇപ്പോൾ ആളുകൾ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളതാണ്. അതൊരു റിയാലിറ്റി ഷോയുടെ ഫൈനലിനെ എന്താ പറഞ്ഞ ആ മട്ടിലാണ് നടന്നു വരുന്നത്. ഇതിൽ ആരാകുമെന്നൊരു കൗതുകം നിൽക്കുകയാണ്. അത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ അത് ആ രീതിയിൽ കാണും. പക്ഷേ കേരളത്തിലും ഇങ്ങനെ അതെത്തി, അങ്ങനെ ഒരു സംവിധാനവും അവസ്ഥയും എത്തി എന്നൊരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, കെ സിയുടെ കാര്യം ഷുവർ ബെറ്റാണ്, കെ സി ആണ് എന്ന എല്ലാ സാധ്യതകളുമാണ് താങ്കളും പറയുന്നത്. അങ്ങനെ വന്നാൽ വി ഡി സതീശന് മുൻപിലുള്ള ഓപ്ഷൻസ് എന്താണ് ഇനി? അതെ, ഞാനതാണ് പറഞ്ഞു വന്നതേ. ഇപ്പോൾ നാളെ മുൻ PCC പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ശ്രീ ജോർജ് കള്ളുവേൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ തിരുവഞ്ചൂരുണ്ട് അക്കൂട്ടത്തിൽ. എന്തിനാണ് ഇത്? കണ്ട കളിയല്ല ഇനി കാണാൻ പോകുന്നതെന്ന്. അതല്ലേ പ്രധാനപ്പെട്ടത്.
ഈ പിന്നെ ആകെ എത്ര മന്ത്രിമാർ 20 അല്ലെ 21 വെച്ചോളൂ മന്ത്രിസഭയിൽ. അത് കോൺഗ്രസിന് എത്ര? 12 എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കണക്ക്. ഈ 12 പേരിൽ ഇപ്പം തന്നെ കോൺഗ്രസ് 22 പേരുണ്ടെന്ന് മന്ത്രിസ്ഥാനം തീവ്രമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഓരോ ജില്ലയിലും. പിന്നെ ചില ജില്ലകളിലൊക്കെ ഇപ്പോൾ കണ്ണൂർ ഒരെണ്ണം മാത്രം, സണ്ണി ജോസഫിന് മാത്രം. അങ്ങനെ വെച്ചാൽ പോലും 22 പേരുണ്ട് ഞാൻ നോക്കിയിട്ട്. അവർക്കൊന്നും കൊടുക്കാനുള്ള മന്ത്രിസ്ഥാനം ഇല്ലല്ലോ. കോൺഗ്രസിൽ ആ 12 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾക്ക് വീതം വെപ്പിനെ സംബന്ധിച്ചുള്ളൊരു പരിഗണന നിശ്ചയമായും ഉണ്ടായേ പറ്റൂ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അല്ലെങ്കിൽ ഒന്നാം ദിവസം മുതൽ അടിയാവും, ഒരു സംശയമില്ലല്ലോ. പിന്നെ ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുത്തേ പറ്റൂ. ഇപ്പോൾ അവർ പറയുന്നത് 5 മന്ത്രിസ്ഥാനം മാത്രം പോരാ, ഡെപ്യൂട്ടി CM ഷിപ്പ് കൂടെ ചേർത്താൽ 6 ആകും. എവിടെ കിടക്കുന്നു കൊടുക്കാൻ? പിന്നെ ഈ മന്ത്രിസ്ഥാനം അതിന് മാത്രമുണ്ടോ? രമ ചോദിക്കുന്നു എന്ന് കേൾക്കുന്നു, കൊടുക്കാൻ മന്ത്രിസ്ഥാനം ഇല്ല. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അകത്ത് നിൽക്കുമ്പോഴാണ് മുൻ PCC ചീഫുമാരെ അങ്ങോട്ട് വിളിക്കുന്നത്. നിങ്ങളൊരു ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഇന്നയാളാണ് KC വേണുഗോപാലാണ് പിന്നെ നിയുക്ത മുഖ്യമന്ത്രി ആയിട്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മന്ത്രിമാരുടെ തീരുമാനം, പോർട്ട്ഫോളിയോസും അതൊക്കെ ബാക്കി പുറകെ വരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ നിങ്ങളുടെ നേതൃത്വപരമായ പങ്ക് കേരളത്തിലെ പാർട്ടിയിൽ ഉണ്ടാവണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ താല്പര്യം, ആഗ്രഹം. അതനുസരിച്ച് നിങ്ങൾ നീങ്ങണം. ഇത് പറയുക എന്നുള്ളതല്ലാതെ ഇത് പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരുമല്ലോ. അനുസരണമുള്ള കോൺഗ്രസ്സുകാരാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ആവർത്തിച്ച് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ ഈ നേതാക്കളൊക്കെ എല്ലാ ദിവസവും. അത് തന്നെയാണ് അത് വിളിച്ച് നേരിട്ട് വിളിച്ചു വരുത്തി പറയുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ PCC ചീഫുമാരെല്ലാം വിളിച്ചു വരുത്തി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നാളെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോരെ, നമുക്കിവിടെ ഒന്നുകൂടെ സുല്ലിട്ട് പേത്താങ്കിച്ചാം എന്നിട്ട് തീരുമാനിക്കാം ആര് വേണമെന്നുള്ളത്. അതിനൊന്നും അല്ല, അത് നടക്കില്ല, കഴിയില്ല. കാരണം ഒരു പ്രോസസ്സ് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു എൻഡുണ്ടാവണം. ആ എൻഡെന്ന് പറയുന്നത് MLA-മാരുടെ തലയെണ്ണി ഭൂരിപക്ഷമാർക്ക് അത് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് താങ്കൾ പറഞ്ഞ, ശരത്ത് പറഞ്ഞ ഈ ദേശീയ ചാനൽ പോലും പിന്നെ 22 അനുവദിച്ച് കൊടുക്കുന്നുണ്ടല്ലോ KC വേണുഗോപാൽ എന്നുള്ളൊരു ഭാഗ്യം. പക്ഷേ എത്രയാണ് കണക്കെന്നുള്ള അവരുടെ കയ്യിലുണ്ടെന്ന് ആ കണക്ക് വെച്ചുകൊണ്ടാണല്ലോ രമേശ്. ഇപ്പം ഞാൻ അറിഞ്ഞൊരു കാര്യം പറയട്ടെ. രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു സംഗതി, ഞാൻ KSU കാലം മുതൽ ഇങ്ങനെ ഉണ്ട്, പാർട്ടി പറയുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 2021 പ്രശ്നമെന്ന് പറഞ്ഞാൽ പ്രളയം, പിന്നെ കോവിഡ് തുടങ്ങിയ മഹാമാരികൾ, നിപ്പ, ഓഖി ഇതൊക്കെ ഉണ്ടായി. അപ്പോഴൊക്കെ ജനങ്ങളെ കരുതലോടെ കാത്തു സൂക്ഷിച്ചു എന്ന് കരുതുന്ന ഒരു ഗവൺമെൻറ്റിന് തുടർഭരണം കൊടുക്കുന്നതാണ് കണ്ടത്. അവിടെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്കെന്നല്ല UDF ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ അന്നത്തെ പിന്നെ MLA-മാരുടെ എണ്ണം 21 ആയത്. ഏറ്റവും ഒടുവിലാണല്ലോ നിലമ്പൂർ ജയിച്ചപ്പോഴാണ് 22 ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അർഹിക്കുന്ന സ്ഥാനം തരാൻ ഞാൻ എന്നും ഗാന്ധി കുടുംബത്തിന് വിശ്വസ്തനാണ്. എനിക്ക് അർഹിക്കുന്ന സ്ഥാനം തരാതിരിക്കരുത്. പാർട്ടി ഏത് ചുമതല പറഞ്ഞാലും ഞാനത് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഫ്ലെക്സിൻ്റെയൊക്കെ ഒരുപാട് ധാരാളിത്തം കേരളത്തിൽ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ പ്രകടനങ്ങൾ വരെ നടത്താൻ കഴിയും എനിക്ക്, പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം ഞാൻ അച്ചടക്കമുള്ള കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് പാർട്ടി എന്നെ പരിഗണിക്കണം. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത്. ശരി ശ്രീ ജയചന്ദ്രൻ, നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് ഓറിയന്റഡ് ആയി എന്ത് സംഭവിക്കും എന്നതിലേക്ക് പോകുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഫോർമുല രൂപപ്പെട്ടാൽ സാധ്യതയുണ്ടെന്നാണോ, അതോ അതിന്റെ സാധ്യത തുലവും കുറവാണോ? ഇല്ല. തുലാം കുറവൊന്നുമില്ല, നത്തിങ് ഡൂയിങ്, ഒന്നുമില്ല. രമേശ് തീരുമാനമായി കഴിഞ്ഞു. ശരത്തെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു. KC വേണുഗോപാല് മുഖ്യമന്ത്രിയാക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. മനസ്സിലായി. നമുക്കിപ്പോൾ ഏതാണ്ട് 3 പേരും അതിനാണ് ഏറ്റവും വലിയ സാധ്യത കൽപ്പിക്കുന്നത്.